നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഭൂകമ്പത്തിൻ്റെ പ്രതിരോധ, നിയന്ത്രണ, ലഘൂകരണ മാർഗങ്ങളെക്കുറിച്ചാണ്. ഭൂകമ്പം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ അവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഭൂകമ്പം സംഭവിക്കുന്ന സ്ഥലം കൃത്യമായി പ്രവചിക്കാൻ ഇപ്പോഴും സാധ്യമല്ലെങ്കിലും ഭൂകമ്പ ശാസ്ത്രജ്ഞർക്കും പലപ്പോഴും ഇത് സംബന്ധിച്ച കാലികമായ വിവരങ്ങളുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെയും ഈ സാഹചര്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ഈ വിവരങ്ങൾ ലഭ്യമാക്കണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ശരിയായ പരിശീലനം നൽകണം. ബഹുനില കെട്ടിടങ്ങളിൽ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ ശരിയായ ഘടനാപരമായ രൂപകൽപ്പനകൾ, രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള മികച്ച ആശ്രയ വിനിമയ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ഭൂകമ്പ തയ്യാറെടുപ്പ്, ആസൂത്രണം എന്നിവയാണ് നാശനഷ്ടങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ. അഗ്നി പ്രതിരോധ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ, ഭൂകമ്പത്തിന് മുമ്പുള്ള ആസൂത്രണം, പൊതു അഗ്നിശമന പരിശീലനങ്ങൾ തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇവയെല്ലാം ഭൂകമ്പത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ, അതിനുശേഷമുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഭൂകമ്പ സമയത്തും അതിനുശേഷവും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിരിക്കണം. ഭൂകമ്പ സാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. ഭൂകമ്പ സാധ്യത എന്നത് വരാനിരിക്കുന്ന ഭൂകമ്പം മൂലം പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെയും മൃഗങ്ങളെയും എണ്ണവും നാശനഷ്ടവുമാണ്. ഭൂകമ്പ സാധ്യത കുറയ്ക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിന് അവയിൽ ഓരോന്നിനും വഹിക്കാൻ കഴിയുന്ന പങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ ഭൂകമ്പത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ തയ്യാറെടുപ്പ്, ലഘൂകരണം, പ്രതിരോധം എന്നിവയാണ് പ്രവർത്തിക്കേണ്ട ആശയങ്ങൾ. ദുരന്താനന്തര അടിയന്തര രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ നടപടികളും ഭൂകമ്പത്തിന് ശേഷം ഏകദേശം 3 മാസം വരെ താൽക്കാലിക അഭയം നൽകുകയും ഏകദേശം 6 മാസം മുതൽ 3 വർഷം വരെ പുനർനിർമ്മാണ, പുനരധിവാസ നടപടികൾ എന്നിവ പിന്തുടരുകയും വേണം. അവബോധം സൃഷ്ടിക്കൽ, പരസ്പര സഹായം, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങളുടെ പാലിക്കൽ എന്നിവയിലൂടെ സമൂഹത്തിന് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റും. ചുരുക്കത്തിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ നടപടികൾ ദുരന്തത്തിന് മുമ്പുള്ള ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതിരോധ നടപടികൾ എന്നിവയും ഭൂകമ്പം സംഭവിച്ച ഉടൻ തന്നെ വേഗത്തിലും ഫലപ്രദമായുള്ള രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യമാണ്. ദുരന്തത്തെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും ആശ്രയിച്ച് തന്ത്രങ്ങളെ ദീർഘകാല, മധ്യകാല, ഹ്രസ്വകാല നടപടികൾ എന്നിങ്ങനെ വിഭജിക്കാം. ഭൂകമ്പങ്ങൾ ആളുകളെ കൊല്ലുന്നില്ലെങ്കിലും മറിച്ച് തകരാറുകളുള്ള നിർമ്മാണ കെട്ടിടങ്ങൾ ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിനാൽ കെട്ടിടങ്ങളുടെ ഘടനാപരമായ അവലോകനം നമുക്ക് ആവശ്യമാണ്. അപകട സാധ്യത കുറയ്ക്കുക എന്നതാണ് ഭൂകമ്പ സാധ്യത കുറയ്ക്കുന്നതിനുള്ള താക്കോൽ അല്ലെങ്കിൽ കീ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. കൂടാതെ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം ഉടനടി ഫലപ്രദമായ പ്രതികരണത്തിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിവിധ റോളുകളിൽ പരിശീലനം നൽകുന്നതുൾപ്പെടെ ഭൂകമ്പാനന്തര പ്രതികരണ പദ്ധതിയിലൂടെ ദുരന്തത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പ് അത്യാവശ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ മുൻകരുതലുകൾ ദീർഘകാല, ഹ്രസ്വകാല, മധ്യകാല രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കെട്ടിടങ്ങളുടെ ചട്ടങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനുവൽ, ഇന്ന രീതിയിൽ മാത്രമേ കെട്ടിടങ്ങൾ നിർമ്മിക്കാവുള്ളൂ ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്ന് നമ്മൾ കൃത്യമായി പറയുകയും അത് നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ നിയമനിർമ്മാണം മൂലം കർശനമായി
അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളിലും ഭൂകമ്പ പ്രതിരോധ സവിശേഷതകൾ ഉൾപ്പെടുത്തുക. ജലവിതരണ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, വൈദ്യുതി ലൈനുകൾ തുടങ്ങി എല്ലാ പൊതുസൗകര്യങ്ങളും ഭൂകമ്പ പ്രതിരോധ ശേഷി ഉള്ളതാക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ബദൽ ക്രമീകരണങ്ങൾ സൃഷ്ടിക്കുക. കൂടാതെ ആശുപത്രികൾ, പ്രാർത്ഥനാ ഹാളുകൾ തുടങ്ങിയ കെട്ടിടങ്ങളും ഭൂകമ്പ സമയത്തോ അതിനുശേഷമോ ആളുകൾ ഒത്തുകൂടുന്നതിന് ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള കെട്ടിടങ്ങൾ പ്രത്യേകിച്ച് ഭൂകമ്പ തീവ്രതയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നിർമ്മിക്കുക. ഇതുമൂലം ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദുരന്ത ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതിരോധം, ദുരന്തനാനന്തര മാനേജ്മെൻറ്റ് എന്നിവയുടെ വിവിധ വശങ്ങളിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ നമുക്ക് ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാനായിട്ട് കഴിയും. ദുരന്ത സംബന്ധിയായ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി വാസ്തുവിദ്യ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ പാഠപദ്ധതിയിലും പോളിടെക്നിക്കുകളിലും സ്കൂളുകളിലും സാങ്കേതിക പരിശീലനം വികസിപ്പിക്കുക. ഇതുമൂലം ദുരന്തത്തിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനായി കഴിയും. ഇനി മധ്യകാല നടപടികളായി വരുന്നത് ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിലെ ദുർബലമായ ഘടനകളുടെ പുനർനിർമ്മാണമാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രാദേശിക ഭാഷകളിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു പുസ്തകം തയ്യാറാക്കാം. വിദ്യാഭ്യാസത്തിലൂടെയും അവബോധത്തിലൂടെയും ദുരന്ത ലഘൂകരണ പ്രക്രിയയിൽ സമൂഹങ്ങളെ ഉൾപ്പെടുത്തുക. ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക സർക്കാരിതര സംഘടനകളുടെ ഒരു ശൃംഖലയുണ്ടാക്കുക. അതുമൂലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, പ്രതിരോധിക്കുക. ദുരന്താനന്തര പ്രതിരോധ നടപടികളായി വരുന്നത് ക്രമസമാധാന പരിപാലനം, അതിക്രമിച്ച് കടക്കൽ, കൊള്ള തുടങ്ങിയവയെല്ലാം തടയേണ്ടതായിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ആശങ്കകളെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? നമുക്കവരെ മനസ്സിലാക്കുകയും ഇങ്ങനെ ചെയ്യരുതെന്നുള്ള കാര്യങ്ങൾ പറയുകയും വേണം. ഇനി ടെൻറ്റുകൾ, മെറ്റൽ ഷെഡുകൾ തുടങ്ങിയ താൽക്കാലിക ഷെൽട്ടറുകൾ, ആശയവിനിമയത്തിൻ്റെ വിതരണങ്ങളുടെ ലൈനുകൾ നന്നാക്കൽ, ഗതാഗത റൂട്ടുകൾ പുനഃസ്ഥാപിക്കൽ, നാശത്തിൻ്റെ അളവനുസരിച്ച് നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ, ഇതെല്ലാം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. തുടർചലനങ്ങളിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച ഘടനകളെ സംരക്ഷിക്കൽ, ഇടിഞ്ഞു ചാടാറായ വീടുകൾ ഉണ്ടെങ്കിൽ അവയിൽ ആൾക്കാരിൽ പോകരുത് എന്ന് പറയുകയും അവരെ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുകയും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആശയവിനിമയ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന ഏകോപനമാണ് ഭൂകമ്പ സംഭവങ്ങളെ പ്രതിരോധിക്കാനായി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പലതരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഭയചകിതരാവുകയും മരിച്ചുപോയ ആൾക്കാർ നമ്മളിനി എന്ത് ചെയ്യും, അങ്ങനെയുള്ള നമ്മുടെ പേടി മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിന് നമ്മുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുന്നത്. ഇനി തയ്യാറെടുപ്പിന് ശ്രമിക്കേണ്ട ഉപയോഗപ്രദമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ദുരന്താനന്തര തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം എന്നിവയിൽ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ സമൂഹങ്ങളെ പരിശീലിപ്പിക്കണം. ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുതെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഭൂകമ്പ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനായി ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വിപുലമായ മാസ് ഡ്രില്ലുകൾ പരിശീലിപ്പിക്കുക. പ്രാദേശിക സന്നദ്ധ സംഘടനകളെ പരിശീലിപ്പിക്കുകയും അവരുടെ ശേഷിയും കഴിവുകളും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഭൂകമ്പ സമയത്ത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവ് സ്കൂൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക. സുരക്ഷാ പരിശീലനങ്ങൾ നടത്തുക. അടിയന്തര ദുരിതാശ്വാസ ആവശ്യങ്ങൾക്കും അറ്റകുറ്റപ്പണികൾ, പുനർനിർമ്മാണം, നവീകരണം എന്നിങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശാസ്ത്ര കലാമേഖലയിലുള്ള ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുക. ദുരന്ത നിവാരണ ഏകീകരണവും പുനർനിർമ്മാണവും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതബാധിതരിൽ സ്വയം പര്യാപ്തതയുടെ ഒരു തോന്നൽ സൃഷ്ടിക്കുന്നതിനായി അവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കേണ്ടതുണ്ട്.
ഒരു ദുരന്തം നടന്നാൽ അവിടെയുള്ള ആളുകളെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കൂടെ കൂട്ടുന്നതിലൂടെ അവരുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ കഴിയും. ദുരന്താനന്തര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായും കഴിയും. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ, പുനർനിർമ്മാണം, ഭൂകമ്പം ശക്തിപ്പെടുത്തൽ അല്ലെങ്കിൽ പൊളിക്കൽ എന്നിവയുമായി കെട്ടിടങ്ങളുടെ വിശദമായ സർവേ നടത്തുക, ആവശ്യമെങ്കിൽ പുതിയ വാസസ്ഥലങ്ങൾക്കായുള്ള സ്ഥലങ്ങളുടെ തിരഞ്ഞെടുപ്പ്, ഇവയെല്ലാം നിർവഹിക്കുക. ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളിലോ വസ്തുക്കളിലോ ഒന്നും നമ്മൾ നിൽക്കാതെ നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്നത് ഭൂകമ്പ നിർമ്മാണ കോഡുകളുടെ അടിസ്ഥാനത്തിലും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലും ആയിരിക്കണം. അതുമൂലം എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ, ആർക്കിടെക്റ്റുകൾ, മേസന്മാർ എന്നിവർക്കെല്ലാം നമ്മൾ പരിശീലനം നൽകുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും ദുരന്ത സമയത്തും ദുരന്തത്തിന് ശേഷവും ദുരന്തത്തിന് മുമ്പും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏകോപിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും അതുമൂലമുണ്ടാകുന്ന കഷ്ടതകൾ കുറയ്ക്കാനും സാധിക്കും. നന്ദി.